ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. LP UP ഇൻ്റർവ്യൂ ടിപ്സുമായിട്ടാണ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഡെമോ ക്ലാസ്സിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം ഇൻ്റർവ്യൂവിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഡെമോ ക്ലാസ് എന്നത്. സ്വയം പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ ആയിരിക്കണം അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പോകരുത്. അപ്പം ചില സമയങ്ങളിൽ എന്തായിരിക്കും, ഇൻ്റർവ്യൂ ബോർഡ് തന്നെ ഒരു ടോപ്പിക് തരികയും അതിനെക്കുറിച്ചിട്ട് ഡെമോ ക്ലാസ് ചെയ്യാൻ പറയുകയും ചെയ്യുകയുണ്ടാകും. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ കൊടുത്തിട്ടുള്ള കുറച്ച് ടോപ്പിക്ക് ഉദാഹരണം എന്നോണം ഞാനിപ്പോൾ പറയാം. ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പരിസ്ഥിതി ദിനാചരണം അത് എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത് എന്നത്, പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഏതെങ്കിലും ഒരു ഭാഗം. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കുകൾ 1 to 4 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ LP വിഭാഗത്തിലും അതുപോലെ 5, 6, 7 ക്ലാസ്സുകളിലെ എല്ലാ പാഠപുസ്തകങ്ങളും നമ്മൾ വായിച്ചിട്ട് വേണം UP വിഭാഗത്തിലാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 1 to 7 ക്ലാസ്സിലെ പുസ്തകങ്ങൾ നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കണം. അതിലെ കണ്ടൻറ്റ് ഏകദേശം നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വെക്കണം. ആകെ കാണാപ്പാഠം നമ്മൾ PSCക്ക് പഠിച്ച പോലെ പഠിക്കണം എന്നൊന്നുമില്ല, അതിൽ കണ്ടൻറ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇരുന്നാലും മതിയാകും. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ഇൻ്റർവ്യൂ ബോർഡിന് നമ്മളുടെ കണ്ടൻറ്റ് നോളേജ് എത്രത്തോളം ഉണ്ടെന്നൊന്നും അവർ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് കണ്ടൻറ്റ് ഉള്ളവർക്ക് മാത്രമേ മാർക്ക് കൊടുക്കൂ എന്നുള്ള രീതിയൊന്നും അവിടെ ഇല്ല. അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഏതൊരു ടോപ്പിക്ക് കിട്ടിയാലും ആ ടോപ്പിക്ക് നമ്മളുടെ ഒരു ടീച്ചിങ് സ്റ്റൈൽ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊക്കെയാണ് അവർ ശ്രദ്ധിക്കുക. അപ്പോൾ അവർ കൃത്യമായിട്ട് നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ടീച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണ്, വളരെ ആത്മവിശ്വാസത്തോടെ അറിയാത്ത കാര്യങ്ങൾ കൂടിയിട്ട് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അവർ ശ്രദ്ധിക്കുക. അപ്പം തികച്ചും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇൻ്റർവ്യൂ സമയത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ബോർഡ് ഒരിക്കലും 10-15 മിനിറ്റ് ഒന്നും നമ്മളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കില്ല. അവർ ഒരു ടോപ്പിക്ക് തരികയാണെങ്കിൽ തന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പം അത് ഒരു നമ്മളുടെ ഇൻട്രാക്ഷൻ എത്രത്തോളം ഭംഗിയായിട്ടും കോൺഫിഡൻറ്റോടെയും നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് കണ്ട ആ ഒരു ഇതിൽ തന്നെ, ആ ഒരു സമയത്ത് തന്നെ അവർ നമ്മളോട് നിർത്താനായിട്ട് പറയും. അപ്പോൾ കൂടുതൽ അവതരിപ്പിച്ചിട്ട് കുറേ സമയം എടുക്കൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇൻട്രാക്ഷനും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ടീച്ചിങ് സ്റ്റൈലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ഡെമോ ക്ലാസ് നമുക്ക് ചോദ്യമായിട്ട് തരുന്നത്. അപ്പം ആ ഒരു ഇൻട്രാക്ഷൻ സമയത്ത് നമ്മൾ വളരെയധികം ഭംഗിയായിട്ട് ആ ഒരു സന്ദർഭം അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ വളരെ നന്നാകും. ഇനി ഇൻ്റർവ്യൂ ബോർഡ് നമ്മളോട് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടോപ്പിക്ക്, ഏതെങ്കിലും സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്ക് അവതരിപ്പിക്കാനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ വീട്ടിലിരുന്നിട്ട് നല്ലൊരു ടീച്ചിങ് മാനുവലൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ നിങ്ങൾ അവതരിപ്പിച്ച് മിററിലൊക്കെ നോക്കിയിട്ടോ അങ്ങനെ എങ്ങനെയായാലും ഡെമോ ക്ലാസ് തയ്യാറാക്കിയിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. 1 to 7 LP UP ഇൻ്റർവ്യൂ ഉള്ളവരോടാണ് പറയുന്നത്. 1 to 7 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും വായിക്കുന്ന സമയത്ത് തന്നെ ക്ലാസ് എടുക്കുന്ന രീതിയിൽ വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വായിക്കാനുള്ള കണ്ടൻറ്റും കിട്ടും, അതുപോലെ തന്നെ നമുക്കൊരു അവതരണ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് ഓർത്തെടുക്കാനുള്ള ഒരു സന്ദർഭവും കിട്ടും. അപ്പോൾ നമുക്ക് മാക്സിമം അങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം. ഇത്രയുമാണ് ഡെമോ ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റിൽ ചോദിക്കാം, അതിന് മറുപടി തരുന്നതായിരിക്കും. താങ്ക് യു ആൾ.